ഏട്ടായി, ഞാൻ പൊന്നൂസ, ഏട്ടയുടെ ഭ്രാന്തി പൊന്നൂസ്. ഏട്ടായി ഒന്ന് ഞെട്ടിയല്ലേ? സത്യത്തിൽ ഏട്ടായിയോട് എല്ലാത്തിനും ക്ഷമ ചോദിക്കണം ഞാൻ ഈ വോയിസ് അയക്കുന്നത്. കുഞ്ഞുനാൾ മുതൽ അപ്പുവിൻ്റെ പെണ്ണാണ് പൊന്നു എന്ന് വീട്ടുകാരും നാട്ടുകാരും പറയുന്നത് കേട്ടു എന്നും ഞാനും കൊതിച്ചുപോയി അപ്പുവിൻ്റെ പെണ്ണാവാൻ. അച്ഛനും അമ്മയും നഷ്ടമായ ശേഷം മറ്റുള്ളവരെന്നെ അകറ്റി നിർത്തിയപ്പോഴും ഈ ലോകത്ത് മറ്റാരേക്കാൾ എന്നെ വെറുക്കുന്നത് അപ്പുവേട്ടനാണെന്ന് അറിഞ്ഞപ്പോഴും എന്തുമാത്രം ശാപം കിട്ടിയ ജന്മമാണ് എൻ്റേതെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. ഏട്ടയുടെ സ്നേഹവും സന്തോഷവും മറ്റുള്ള പെൺകുട്ടികളുമായി പങ്കുവയ്ക്കുന്നത് ചങ്ക് പറയുന്ന വേദനയോടെ പലപ്പോഴും ഒളിഞ്ഞും മറിഞ്ഞും കണ്ടിട്ടുണ്ട്. ആ സ്നേഹം കുതിച്ച് ഏട്ടയോട് ഞാനൊരു തെറ്റ് ചെയ്തു. ഏട്ട എന്നെ വെറുക്കുന്നു എന്നറിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് മരിച്ച് ഞാൻ വീണ്ടും സോനിയായി ജന്മമെടുത്തു. ഏട്ടയുടെ വാക്കുകളുടെ സ്നേഹം നിലനിർത്താനായി ഏട്ടയെ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ കാശ് തന്നു. എന്നാൽ അവസാനമായി ഒരു വലിയ തുക ഏട്ടയെ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ തരാനായില്ല. എനിക്കറിയാം ഏട്ടയ്ക്ക് കാശ് മാത്രം കിട്ടിയാൽ പോരാ, ഞാൻ എന്ന ഭാരവും ഇല്ലാതാകണം. ഈ രണ്ട് പ്രശ്നവും പരിഹരിക്കാനായി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. ഈ ഭ്രാന്തി ഇല്ലാതാകണം. ഞാൻ മരിച്ചാൽ ഇൻഷുറൻസ് കിട്ടും. എന്നെ കൊണ്ട് ഏട്ടയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടാകട്ടെ. മനസ്സ് പോവേട്ടായി. അവസാനമായിട്ടൊരു ആഗ്രഹം പറഞ്ഞ് സാധിച്ചു തരുമോ? ജീവിച്ചിരിക്കുമ്പോഴും ഏട്ടയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാനായില്ല. ഇപ്പോഴെങ്കിലും ഏട്ടയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ മനസ്സിലാക്കി മരിച്ചു കിടക്കുന്ന എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമായിട്ടേ.